എല്ലാവരെയും കാട്ടിത്തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൈവച്ചിട്ടുള്ള സമസ്ത സിനിമാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് വെന്നിക്കൊടി പാറിച്ച ഒരു ആൾ. പിന്നെയും നമ്മൾ പറയാനാണെങ്കിൽ സമകാലിക രാഷ്ട്രീയം എന്ന് പറയുന്നത് സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്കപ്പുറത്തേക്ക് ഒട്ടും തന്നെ നീങ്ങിയിട്ടില്ല എന്ന് ഓരോ ഇലക്ഷൻ കാലഘട്ടവും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തലയണ മന്ത്രം തുടങ്ങി ഒരുപാട് അനവധി സിനിമകൾ നമ്മൾ ശ്രീനിവാസന്റെയും സത്യനന്ദിക്കാടിന്റെയും സിനിമകൾ കണ്ട് വളർന്ന ബാല്യ കൗമാരങ്ങളാണ് നമ്മുടേത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയുടെ ഒന്നും കാലമല്ല. അപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ തിരശീലയ്ക്ക് പിന്നിലുള്ളവരെ കുറിച്ച് കൂടുതലായിട്ട് ആർക്കും അറിയാത്തൊരു കാലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫാദറിലോ ആണ് പട്ടണക്കാട് പുരുഷോത്തമൻ. അപ്പോൾ ശ്രീനിയേട്ടൻ ചെയ്ത രസകരമായ ഒരു കഥാപാത്രമുണ്ട്. അതായത് പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്ന പാട്ടുകാരനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടുകാരനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ശ്രീനിയേട്ടൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന ചിത്രത്തിൽ പട്ടണക്കാട് പുരുഷോത്തമനായിട്ട് അഭിനയിക്കുകയും ഈ സിനിമ ഞാൻ കാണുകയും എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ സ്കൂൾ ടൈം മുതൽ നമ്മൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഇതിഹാസത്തെ പല രീതിയിലും എഴുത്തുകാരനെ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേ ഇഷ്ടം തന്നെയാണ് സാഹിത്യകാരനോടും. എനിക്ക് മലയാള സിനിമയിൽ ശ്രീനിവാസനോളം ആരാധന തോന്നിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വാക്കിന് പുറത്ത് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്താമെന്ന് പറയുകയും 20 വർഷങ്ങൾക്ക് മുൻപ് എന്നെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഞാനും വളരെ യാദൃച്ഛികമായിട്ട് മലയാള സിനിമയുടെ ഒരു ഭാഗമായി. അന്ന് വീണ്ടും ഒരു സെറ്റിൽ വെച്ച് ശ്രീനേട്ടനെ പരിചയപ്പെടുന്നു. ആ സൗഹൃദവും സ്നേഹവും, ശ്രീനേട്ടൻ്റെ സൗഹൃദങ്ങളെ എന്താ പറയുക കൂട്ടി ഉറപ്പിച്ച് നിർത്താനുള്ള അസാമാന്യമായ ഒരു കരുത്തുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സൗഹൃദം അദ്ദേഹം വിട പറയുന്ന സമയം വരെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇത്രയധികം പറഞ്ഞു വരുമ്പോൾ വളരെ ഇമോഷണലായി പോകും. എന്നെ പോലെ തന്നെ അനവധി ഓർമ്മകളുള്ള വ്യക്തികളാണ് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും. അപ്പോൾ ഞാൻ ടിനിച്ചേട്ടനെ ക്ഷണിക്കുകയാണ് ശ്രീനിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന ഭഗവാൻ ശ്രീ നാരായണൻ്റെ പാദത്തിൽ അദ്ദേഹം സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്നും അദ്ദേഹത്തിന് അഭയമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് സദ്ഗതി നേരുന്നു. ശ്രീനിയേട്ടന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ടിനിച്ചേട്ടൻ. ശ്രീനിയേട്ടൻ്റെ ജീവിത ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ അനുഭവം പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എനിക്ക് നന്ദി പറയേണ്ടത്, കാരണം ഞാൻ 9 വർഷമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പല മരണങ്ങളുടെയും കൂടെ യാത്ര ചെയ്തു. എല്ലാ മരണങ്ങൾക്കും, അതായത് ഇന്നസെൻ്റ് ഏട്ടനായാലും ലളിത ചേച്ചിയാണെങ്കിലും അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മ ചേച്ചിയും ഇപ്പോൾ ശ്രീനിയേട്ടനും. ഞാൻ ശ്രദ്ധിച്ചത് മറ്റാരുടെ മുഖമല്ല, ഇന്നലെ സത്യനന്ദിക്കാട് സാറിൻ്റെ മുഖമാണ്. ഒരു ശൂന്യതയായിരുന്നു ആ മുഖത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ മനുഷ്യരൂപങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ശ്രീനിയേട്ടൻ, അദ്ദേഹത്തിൻ്റെ സിനിമകളും ജീവിതവും ഇനി ശൂന്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു തീരത്ത് സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഞാൻ നന്ദി പറയുന്നത്, ഈ അവസരം നന്ദി പറയാനും കൂടി ഉപയോഗിക്കുകയാണ്. കാരണം ഈ മരണങ്ങളെല്ലാം ഞാൻ പോകുമ്പോൾ കയ്യും കാലുമായിട്ട് പ്രവർത്തിച്ചതുള്ള ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അമ്മയിലുള്ള ഓരോ അംഗങ്ങളും മരിക്കുമ്പോഴും സിനിമാ താരങ്ങൾ മരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവർ നിരാലംബരായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഈ ശ്രീനിയേട്ടൻ്റെ മരണം നടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള നരേന്ദ്രൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളാണ് ഇനി എല്ലാം ചെയ്യേണ്ടത്. എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് കയ്യും കാലും കണ്ണും തലയൊക്കെയായിട്ട് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന വന്നത്. ഈ ലാസ്റ്റ് കുടിച്ച വെള്ളവും ചായയും പോലും ഫെഫ്ക തന്നതാണ്. 2 ദിവസമായിട്ട് ഞാൻ ശ്രീനിയേട്ടനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം എനിക്കറിയാം, കാരണം എൻ്റെ തൊട്ടുപുറത്തുള്ള ഡോക്ടറാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നത്. അദ്ദേഹം മരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഞാൻ മരിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണോ. ഒരു തീരാത്തൊരു കഥ, എഴുതി തീരാത്തൊരു കഥയായിട്ടാണ് പോയിരിക്കുന്നത്. കാരണം ഡോക്ടർ വിവേക് എന്ന് പറയുന്ന ഓർത്തോൻ്റെ ഹെഡ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഡയാലിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് താലൂക്ക് ആശുപത്രിയിൽ പെട്ടെന്ന് കയറ്റി, പെട്ടെന്ന് അറ്റാക്ക് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങോട്ടെത്തിയില്ല. അപ്പോൾ പൂർത്തിയാകാത്തൊരു ജീവിതം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഓർമ്മകൾ ഞങ്ങൾ അമ്മയുടെ സഹോദരിമാരും പൂർത്തിയാക്കും എന്ന് ആഗ്രഹിക്കുന്നു. ആദരാഞ്ജലികൾ നേരുന്നു.
ഞാൻ നമ്മുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും നമ്മുടെ എന്താ പറയുക പ്രോഗ്രാം കമ്മിറ്റി മെമ്പറും ഒക്കെ ആയ നമ്മുടെ സിജോ ഏട്ടൻ. ശ്രീനേട്ടൻ നമുക്കെല്ലാം എന്തായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ ടൗൺ ഹാളിലുള്ള ഒരു വലിയ ജനസഞ്ചയം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവും. നമ്മുടെ ഒപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ തോളത്ത് കൈയിട്ട് മലയാളിയുടെ തോളത്ത് കൈയിട്ട് നടന്ന ശ്രീനേട്ടനാണ് യാത്രയായത്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അനുശോചനം ഞങ്ങളെല്ലാവരും ചേർന്ന് അറിയിക്കുകയാണ്. വിനീതിൻ്റെയും ധ്യാൻ്റെയും ചേച്ചിയുടെയും എല്ലാം അവരുടെ ദുഃഖത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. മലയാള സിനിമയുടെ ഒരു അവിഭാജ്യമായ കുടുംബം തന്നെയാണ് അവരുടെ. എല്ലാ രംഗത്തും, നിർമ്മാണ രംഗത്തും തിരക്കഥയിലും സംവിധാനത്തും അഭിനയ രംഗത്തും ഒക്കെ എല്ലാ മികവും കാണിച്ചിട്ടുള്ള കുടുംബത്തിലെ ശ്രീനേട്ടൻ ശരിക്കും നമ്മുടെ ഒരു തലമുറകളുടെ എല്ലാ മാറ്റങ്ങളും കൃത്യമായി പ്രതിഫലിപ്പിച്ചാണ് ഓരോ സിനിമയും കടന്നു പോകുന്നത്. ആധുനിക കാലഘട്ടത്തിൽ സിനിമയാണ് വരും തലമുറകൾ റെഫറൻസായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീനേട്ടൻ്റെ സിനിമകളിലൂടെ ഈ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാം. ആ വലിയ മഹാനായ നടൻ്റെ, തിരക്കഥാകൃത്തിൻ്റെ, സംവിധായകൻ്റെ, ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട ശ്രീനേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരം. നമസ്കാരം. ഒരു 2 ആഴ്ച മുമ്പാണ് ശ്രീനേട്ടനെ ആശുപത്രിയിൽ പോയി കണ്ടത്. അപ്പോൾ അമൃതയിൽ വെച്ചാണ് അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ ശ്രീനേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ്റെ എല്ലാ മുമ്പുണ്ടായിരുന്ന പല പല കാര്യങ്ങളും പങ്കുവെച്ചു, പല ഓർമ്മകളും പങ്കുവെച്ചു. 1-2 മണിക്കൂർ ദൂരം തന്നെ നിന്ന് തന്നെ സംസാരിച്ചു. ഒരിക്കൽ പോലും അവസരമായിരുന്നെങ്കിൽ പോലും ഓർമ്മകൾക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ പോലെ തന്നെ ഒരു 4 പോലും വീണിട്ടില്ല. ഒരു ഓർമ്മ പിശക് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നേരത്തെ എൻ്റെ സഹയാത്രികത വ്യക്തികൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല തിരക്കഥകൾ എന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ് തിരക്കഥകൾ. നമ്മളിപ്പോൾ സന്മനസ്സലൊക്കെ സമാനമായിക്കോട്ടെ, വരവൽപ്പായിക്കോട്ടെ, TP വാരവലിനമ്മേ, നാടോടിക്കാറ്റ്, വെള്ളാനകളുടെ നാട് തുടങ്ങി അപ്പർ മിഡിൽ ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ഇത്രയും നന്നായിട്ട് തിരക്ക് എഴുതുന്നൊരു മറ്റൊരു വ്യക്തി ജനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ കയ്യൊപ്പ് ചാർത്തിയ 2 സിനിമകൾ, സംവിധാനം ചിന്താവിഷ്ടയ ശ്യാമള, വടക്ക് നോക്കിയ യന്ത്രം, 2 ഒന്നിനൊന്ന് മികച്ചത്. അപ്പോൾ വലിയൊരു ലെജൻഡറി തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നുന്നു. എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരാളെയാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എത്രയോ കാലഘട്ടം, ഒരു ഏകദേശം 70കളുടെ പകുതി തുടങ്ങി അല്ല, ഏകദേശം 50 വർഷത്തോളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വലിയൊരു ലെജൻഡ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന. എല്ലാ പ്രാർത്ഥനകളും കുടുംബത്തോടൊപ്പം എല്ലാ ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. അമ്മയാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ശ്രീനേട്ടൻ്റെ കുടുംബത്തിന് ഞങ്ങളെന്നും ഒപ്പം തന്നെ ഉണ്ടാവും. എല്ലാ പ്രാർത്ഥനയും. പ്രിയങ്ക ചേച്ചി 2 വാക്ക് പറയാനായിട്ട്. നമസ്കാരം. ശ്രീനേട്ടൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് ഞാനും അഭിനയിച്ചുകൊണ്ടിരുന്ന എനിക്ക് 2ാമത്തെ പടം തേന്മാവിൻ കൊമ്പത്ത്. ആ സമയത്താണ് ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിക്കാനൊരു ഭാഗ്യമുണ്ടായി ഞാൻ ഉണ്ടായിരുന്നതിൽ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കും, നല്ലതെല്ലാം തിരഞ്ഞെടുത്ത് നമ്മൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറേ മെസ്സേജുകൾ ശ്രീനേട്ടൻ്റെ പടത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ കുടുംബസമേതം തന്നെ ഇരുന്ന് കാണാൻ പറ്റിയ പടങ്ങളായിരുന്നു വന്നിരുന്നതെല്ലാം. നമ്മുടെ അമ്മയിലുള്ള ഇതുപോലെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്താ പറയുക, അവരുടെ കുടുംബത്തിനും മക്കളുടെയൊക്കെ വിഷമമൊക്കെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കാണുന്നതായിരുന്നു. എത്ര വിഷമമുണ്ടാവും ഈ സമയത്ത്. അവർക്ക് അതിന് തരണം ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനേട്ടൻ ഈ കഴിഞ്ഞ അമ്മയിൽ പോലും വന്നപ്പോൾ തന്നെ നല്ല ഓർമ്മയും എല്ലാം കൊണ്ട് പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് സംസാരിച്ച ഒരാൾ പോകാന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര മനസ്സിന് വിഷമമുണ്ട്. അത് എന്താ പറയുക, എന്തായാലും ശ്രീനേട്ടൻ എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സങ്കടമാണ്. വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി ഓർമ്മകളും പ്രൊഫഷണലായിട്ടുള്ള ഒത്തിരി ഓർമ്മകളും നമുക്ക് ശ്രീനേട്ടനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെയും ഫിലിം പട്ടാണിയുടെയൊക്കെ എല്ലാം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ശ്രീനേട്ടൻ്റെ കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം പറയാത്ത ആരും മലയാളത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇത്ര കണ്ട് സ്വാധീനം ചെലുത്തിയ ജീവിതങ്ങളുടെ കഥ പറഞ്ഞ ഒരാൾ. അപ്പോൾ അത് നമുക്ക് ഒരു വാക്കിലൊന്നും ഒതുക്കാവുന്ന സങ്കടമല്ല. ഏതായാലും ഇതാണ് ജീവിതം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നു. ഒത്തിരി നഷ്ടങ്ങൾക്കൊപ്പം ഒരു വലിയ നഷ്ടമാണ്. ഏതായാലും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മണികണ്ഠൻ. ശ്രീനി സാറിനെ
കുറിച്ച് അദ്ദേഹത്തിലെ സിനിമ നടനെ അല്ലെങ്കിൽ സംവിധായകനെ കുറിച്ചോ എഴുത്തുകാരനെ കുറിച്ചൊക്കെ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, പക്ഷേ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് കണ്ടനാടാണ്, തൃപ്പൂണിത്തുറയിലാണ്. അദ്ദേഹം മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ എനിക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. കുറച്ച് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിൻപുറത്താണെങ്കിൽ ആ നാട് വിട്ടിട്ട് എറണാകുളം പോലെയുള്ള സിറ്റിയിൽ ഫ്ലാറ്റ് എടുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് നിസ്സാരമായി ചെയ്യാവുന്ന ഒരാൾ തൃപ്പൂണിത്തുറക്കാർ പോലും ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മീൻസ് എന്താ പറയുക, അത്രയും ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അദ്ദേഹം വരുന്ന കാലത്ത്. കണ്ടനാടെന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് അദ്ദേഹം വീട് വെച്ചു. അവിടെ തരിശയായി കിടന്ന കുറേ പാടങ്ങൾ അദ്ദേഹം പച്ച വിരിച്ചു. അതിനോടൊപ്പം തന്നെ അവിടെ കുറേ മനുഷ്യരുടെ മനസ്സിലേക്കാണ് ആ പച്ച വിരിഞ്ഞിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന സിനിമയിലും എഴുത്തിലും മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് മനുഷ്യരുടെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപകാരപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കല്യാണ സമയത്ത് കുറച്ച് സഹായം ചോദിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിനാവുന്ന ഒരു സഹായം ചെയ്യുകയും ചെയ്തു. അതേപോലെ എൻ്റെ കല്യാണത്തിന് ഒരു തുക, എന്താ പറയുക, നമ്മൾ ആർഭാടങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ നടത്തുന്ന പൈസയിൽ ഒരു തുക ഗവൺമെൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നൊരു ആശയം ചർച്ച ചെയ്തതും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. പൈസ ഇല്ലെങ്കിൽ നീ ഇന്നപോലെയൊക്കെ ചെയ്യ്, നമുക്കിപ്പോൾ കൊറോണ സമയമല്ല, അപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ മതി, ഇതേപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അന്ന് ചെയ്യാവുന്നൊരു സഹായം അദ്ദേഹം ചെയ്തു. അത് ഇതുവരെ പറയാഞ്ഞത്, ഇതൊന്നും ആരോടും പോയി പറയണ്ട കേട്ടോ, പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓർമ്മിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ സിനിമാക്കാരൻ, ഒരു നടൻ, എഴുത്തുകാരൻ, സംവിധായകൻ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വലിയ മനുഷ്യനായിരുന്നു. മാക്സിമം നന്മ എല്ലാവരിലേക്കും പകരാൻ നന്മ നിറഞ്ഞവനായിരുന്നു ശ്രീനിയേട്ടൻ. ഭയങ്കര ലോസാണ്. ഇറ്റ്സ് എ ലോസ് ടു ഇന്ത്യൻ സിനിമ. നമ്മുടെ മലയാളികളുടെ മാത്രമല്ല. ഞാൻ ശ്രീനിയേട്ടനെ കാണുന്നത് ഈ അമ്മ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ എപ്പോൾ കണ്ടാലും എന്നോട് ഓർത്ത് ചോദിക്കുമായിരുന്നു, എൻ്റെ വല്യമ്മ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ശ്രീനിയേട്ടനായിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ചത് കൃഷിനെ കുറിച്ചായിരുന്നു. എനിക്ക് കൃഷി താല്പര്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. സോ ഒത്തിരി വിഷമമുണ്ട്. തീർച്ചയായിട്ടും ധ്യാനിൻ്റെയും വിനീതിൻ്റെയും അവരുടെ ഫാമിലിയുടെയും വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ സന്നിഹിതരായ മീഡിയ പ്രവർത്തകരായ നിങ്ങളോട് എല്ലാവരോടും, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും കമ്മിറ്റി മെമ്പർമാരുമായിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഒരു ഷോർട്ട് ഇൻവിറ്റേഷനിൽ നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായി. അതിന് ഞങ്ങൾ വളരെ അധികം നന്ദിയും കൃതാർത്ഥതയും ഉള്ളവരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും. മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.